പാക് സംഘർഷത്തിൽ പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കൊപ്പവും പരോക്ഷമായി പാകിസ്ഥാനോടൊപ്പവും നിന്ന് വൃത്തികെട്ട കളി കളിച്ച അമേരിക്കയുടെ മുഖം നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതുമാണ്. എന്നാൽ ഭീകരവാദത്തെ വെച്ച് പൊറുപ്പിക്കില്ലെന്ന് കടുത്ത നിലപാടെടുക്കുകയും ഇന്ത്യക്ക് മേൽ സുദർശന ചക്രമായി മാറുകയും ചെയ്ത റഷ്യയെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ആപത്ത് സമയത്ത് ഇന്ത്യക്ക് കാവലായി നിൽക്കുന്ന റഷ്യയെ അംഗീകരിക്കാൻ അമേരിക്ക ഒരിക്കലും തയ്യാറാകാറില്ല. അമേരിക്കയേക്കാൾ റഷ്യയോട് അടുക്കുന്ന ഇന്ത്യയെ വളരെ പേടിയോടും അതിലധികം ജാഗ്രതയോടുമാണ് അമേരിക്ക നോക്കിക്കാണുന്നത് പോലും. പുടിനുമായി ചേർന്ന് ഇന്ത്യ തിരുത്തിയ ശാക്തിക സമവാക്യങ്ങളെ അമേരിക്ക ഭയക്കുക തന്നെ വേണം. ഇന്ത്യക്ക് എന്നും കരുത്തായി റഷ്യയുണ്ട്. പാകിസ്ഥാൻ എന്നല്ല, ഏത് രാജ്യവും അമേരിക്കയുടെ പിന്തുണയോടെയാണെങ്കിലും അല്ലെങ്കിലും ഇന്ത്യക്കെതിരെ ആയുധമെടുക്കുമ്പോൾ അവിടെ ചെന്ന് നശിപ്പിക്കാൻ തക്ക സാങ്കേതിക വിദ്യയും പിന്തുണയുമായി നെഞ്ചു വിരിച്ച് റഷ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ അമേരിക്ക എങ്ങനെയാണ് ഭയപ്പെടാതിരിക്കുക? അല്ലേ? എങ്ങനെയാണല്ലേ അസൂയപ്പെടാതിരിക്കുക? നിങ്ങൾ തന്നെ പറയൂ. ഇന്ത്യ റഷ്യ ബന്ധത്തെ ഇത്ര അസൂയയോടെയും ഭയത്തോടെയും അമേരിക്ക നോക്കിക്കാണുന്നതിന്റെ കാരണം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ബ്രിക്സ് അംഗത്വവും സ്വീകരിച്ചതിലും എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇന്ത്യയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനുള്ള മാർഗമല്ലെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ അമേരിക്കയുടെ കണ്ണിന് താഴെയാണെന്നും ലുട്നിക് വിശദീകരിച്ചു. വാഷിംഗ്ടൺ ഡിസിയിൽ നടന്ന അമേരിക്ക ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിൽ സംസാരിക്കവെയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ബ്രിക്സ് അംഗത്വം എടുക്കുന്നതിലും ലുട്നിക് എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ റഷ്യ നൽകിയ ആയുധ മികവിൽ ഇന്ത്യയെ പാകിസ്ഥാനെയും അതുവഴി പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യങ്ങളെയും വെട്ടിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാർ ചെയ്ത ചില കാര്യങ്ങൾ അമേരിക്കയെ തെറ്റായ രീതിയിൽ തളർത്തിയെന്നും ലുട്നിക് പറയുന്നു. മാത്രവുമല്ല, ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പോകുകയാണെങ്കിൽ അത് അമേരിക്കയുടെ അപ്രീതിക്ക് കാരണമാകുമെന്നും അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി വ്യക്തമാക്കുന്നു. അമേരിക്ക ആരാണെന്നാണ് മനസ്സിലാവാത്തത്. ഇന്ത്യക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആപത്ത് സമയത്ത് രക്ഷിക്കാൻ എത്തുന്ന റഷ്യയോടൊപ്പം തന്നെ നിൽക്കുന്നതിൽ എന്താണ് അമേരിക്കയ്ക്ക് ഇത്ര പ്രശ്നമെന്ന് ചോദിക്കാൻ തോന്നുന്നില്ലേ? ബ്രിക്സിൽ ചേർന്നാലൊന്നും അമേരിക്കയെ സ്വാധീനിക്കാനാകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വളരെ കാലമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ സഹായികളും ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയെ ഡോളറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് ബ്രിക്സിനെയും ട്രംപ് വിമർശിച്ചിരുന്നു. എന്നാൽ ഡോളറൈസേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രിക്സ് നിർദ്ദിഷ്ട കറൻസി പുറത്തിറക്കുന്നതിനോ ബ്രിക്സ് പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഇന്ത്യ പലതവണ നിരസിച്ചു. ഡോളറിന് പകരം വെക്കാൻ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു നയവും ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും ദിവസാദിവസം കരുതൽ കറൻസി എന്ന നിലയിൽ ഡോളറാണ് അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥിതിയുടെ ഉറവിടമെന്നും നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടിരുന്നു. അതായത് അമേരിക്ക ആകുലതപ്പെടാൻ ഒന്നുമില്ലെന്ന് ഇന്ത്യ അറിയിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും അമേരിക്കയുടെ ആകുലതയും വ്യാകുലതയും ഒന്നും മാറിയിട്ടില്ല. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ റഷ്യ ബന്ധത്തെ വളരെ സൂക്ഷ്മമായിട്ടാണ് അമേരിക്ക നിരീക്ഷിച്ചു വരുന്നത്. പ്രത്യേകിച്ച് സമീപകാല ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഈ ബന്ധം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് പോലും. ഇന്ത്യ റഷ്യയുമായി വിവിധ മേഖലകളിൽ ഇടപഴകുന്നത് തുടരുമ്പോൾ തന്ത്രപരമായ താല്പര്യങ്ങൾ, ചരിത്രപരമായ ബന്ധങ്ങൾ, ഉയർന്നുവരുന്ന സഖ്യങ്ങൾ എന്നിവയുടെ സങ്കീർണമായ ഒരു വലയിലേക്ക് US സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അടുത്ത കാലത്തായി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ മികച്ച ബന്ധം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതായത് സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ മുതൽ തന്നെ ഇന്ത്യ വളരെ മികച്ച ബന്ധം സ്ഥാപിക്കുന്ന രാജ്യമായിരുന്നു റഷ്യ. ചുരുക്കി പറയുകയാണെങ്കിൽ റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ബന്ധം നോക്കുകയാണെങ്കിൽ ശീതയുദ്ധ കാലഘട്ടം മുതലുള്ളതാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ശക്തമായ പ്രതിരോധ നയതന്ത്ര ബന്ധങ്ങളാൽ സവിശേഷതയുള്ള ബന്ധം കൂടിയാണ് ഇത്. ഈ ചരിത്രപരമായ പങ്കാളിത്തം പരസ്പര താല്പര്യങ്ങളിലും ബഹുധ്രുവ ലോകത്തെക്കുറിച്ചുള്ള പങ്കിട്ട കാഴ്ചകളിലും വേരൂന്നിക്കൊണ്ടുള്ളതാണ്. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണ നയം ഏതെങ്കിലും ഒരു ബ്ലോക്കുമായി മാത്രം യോജിക്കാതെ ഒന്നിലധികം ആഗോള ശക്തികളുമായി ബന്ധം നിലനിർത്താൻ അതിനെ അനുവദിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, ശീതയുദ്ധ കാലഘട്ടത്തിൽ റഷ്യയും അമേരിക്കയും, അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുന്ന ഒരു സമയമാണ്. ഐഡിയോളജിക്കൽ വാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമാകുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ചേരാ നയമായിട്ട് മുന്നോട്ട് വരുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെയും ഭാഗമാകാതെ സ്വയം നിൽക്കുന്ന ഒരു രീതിയായിരുന്നു ചേരാ നയം. അപ്പോഴും നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ നിന്നത് റഷ്യക്കൊപ്പമാണ് എന്നത് നമുക്ക് അങ്ങനെ കുറെ പോളിസികളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള റഷ്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ ഒരു പ്രധാന ഇറക്കുമതിക്കാരനാണ് ഇന്ന് ഇന്ത്യ. US-ന്റെ ആശങ്കകളും അമേരിക്കയുടെ എതിരാളികൾക്കെതിരായ ഉപരോധ നിയമത്തിന്റെ, അതായത് CAATS സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടായിരുന്നിട്ടും ദേശീയ സുരക്ഷാ ആവശ്യകതകൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യ S-400 കരാറുമായി തന്നെ
തന്നെ മുന്നോട്ട് പോയി. കൂടാതെ ഉക്രൈനിലെ നടപടികൾ കാരണം റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ആഗോള ശ്രമങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് വിലക്കുറവുള്ള റഷ്യൻ എണ്ണയുടെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി വാഷിംഗ്ടണിൽ അമ്പരപ്പ് സൃഷ്ടിച്ചാണ്. യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും റഷ്യയെ ഉപരോധിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പോലും റഷ്യയുടെ കൂടെ നിൽക്കാൻ ഇന്ത്യ മനസ്സ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, നമുക്കറിയാവുന്നതാണ്, വർഷങ്ങളായിട്ട് ഇരു രാജ്യങ്ങളും മികച്ച ബന്ധമാണ് പുലർത്തുന്നത്. വൈവിധ്യമാർന്ന പ്രതിരോധ ഊർജ്ജ സ്രോതസ്സുകൾക്കായിട്ടുള്ള ഇന്ത്യയുടെ ആവശ്യകത അംഗീകരിക്കുമ്പോൾ തന്നെ അതിനെ ഈ ഇന്തോ പസഫിക് തന്ത്രത്തിലും ചൈനയുടെ സ്വാധീനത്തെ സന്തുലിതമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്ക് ആശങ്കകളുണ്ട്. ക്വാഡ് സഖ്യം, പ്രതിരോധ കരാറുകൾ തുടങ്ങിയ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംരംഭങ്ങളിലൂടെ US ഇന്ത്യയുമായി സജീവമായി ഇടപഴകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കാനും അതേപോലെ തന്നെ റഷ്യയെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കാതിരിക്കാനുമുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശ നയ സമീപനം ശ്രദ്ധാപൂർവമായ ഒരു സന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. US-ഉമായി മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായി തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ റഷ്യയുമായിട്ടുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിച്ചു തന്നെയാണ് കാണുന്നത്. പ്രതിരോധ ആവശ്യങ്ങളും ഊർജ്ജ സുരക്ഷയും ഉൾപ്പെടെയുള്ള പ്രായോഗിക പരിഗണനകളാണ് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ഇടപെടലുകളെ നയിക്കുന്നത്. അതേസമയം ബീജിംഗുമായിട്ടുള്ള അതിർത്തി സംഘർഷങ്ങൾ കണക്കിലെടുത്ത് ചൈനയുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സാമീപ്യത്തെക്കുറിച്ച് ഇന്ത്യ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള US-ന്റെ ആശങ്കകൾ ആധുനിക ഭൂരാഷ്ട്രീയത്തിന്റെ സങ്കീർണതകളെ അടിവരയിടുന്നതാണ്. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാവകാശം പിന്തുടരുന്നതിന്, ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒന്നിലധികം ആഗോള ശക്തികളുമായി ഇടപഴകൽ അത്യാവശ്യവുമാണ്. US-നെ സംബന്ധിച്ചിടത്തോളം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യത്തിൽ ശക്തവും പരസ്പര പ്രയോജനകരവുമായ ഒരു പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിന് ഇന്ത്യയുടെ സൂക്ഷ്മമായ വിദേശ നയ സമീപനം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് നിർണായകവുമാണ്. അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് ഇന്ത്യ റഷ്യ ബന്ധമെങ്കിലും റഷ്യയ്ക്ക് ഇന്ത്യയെ കൊണ്ടും ഇന്ത്യക്ക് റഷ്യ കൊണ്ടും ഉപകാരങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ബന്ധത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധം വിവിധ മേഖലകളെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഊർജ്ജ സുരക്ഷ, പ്രതിരോധ സഹകരണം മുതൽ അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക പുരോഗതി എന്നിവ വരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ പങ്കാളിത്തം ഇന്ത്യക്ക് അതിന്റെ വികസന പാതയ്ക്ക് സംഭാവന നൽകുന്ന തന്ത്രപരമായ നേട്ടങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിലൊന്ന് ഊർജ്ജ സഹകരണം തന്നെയാണ്. റഷ്യയുടെ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് 2025 മെയ് മാസത്തിൽ 10 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിട്ടുണ്ട്. പ്രതിദിനം 1.96 ദശലക്ഷം ബാരലിലെത്തി. ആഗോള മാനദണ്ഡങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റഷ്യ ഡിസ്കൗണ്ട് വിലയിൽ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്തതാണ് ഈ വർധനവിന്റെ പ്രധാനപ്പെട്ട കാരണം. ഊർജ്ജ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾക്കിടയിൽ ഇന്ത്യ ആകർഷകമായ ഒരു സ്രോതസ്സാക്കി മാറ്റുന്നതും ഇതുതന്നെയാണ്. അത്തരം ക്രമീകരണങ്ങൾ സ്ഥിരമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കുക മാത്രമല്ല, പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. മറ്റൊരു മേഖല പ്രതിരോധ മേഖലയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ റഷ്യ നിർണായക പങ്കാളി തന്നെയാണ്. അതിന്റെ നിലവിലുള്ള സൈനിക പ്ലാറ്റ്ഫോമുകളിൽ 50% വിതരണം ചെയ്യുന്നുമുണ്ട്. ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, T-19 ടാങ്കുകളുടെയും Su-30 AMK വിമാനങ്ങളുടെയും ലൈസൻസുള്ള നിർമ്മാണം തുടങ്ങി സംയുക്ത സംരംഭങ്ങൾ വാങ്ങുന്നതിനപ്പുറം ഈ സഹകരണം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ തദ്ദേശീയ കാവേരി ജെറ്റ് എഞ്ചിൻ പദ്ധതിയിൽ വീണ്ടും റഷ്യ താൽപര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. നൂതന പരീക്ഷണത്തിനായി എഞ്ചിൻ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണ്. അത്തരം പങ്കാളിത്തങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷികളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, രാജ്യത്തിനുള്ളിൽ സാങ്കേതിക നവീകരണത്തിനും നൈപുണ്യ വികസനത്തിനും സംഭാവനയും നൽകുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലും ഇന്ത്യ റഷ്യ പങ്കാളിത്തം നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ തുടങ്ങിയ പദ്ധതികൾ ഗതാഗത ചെലവും സമയവും കുറയ്ക്കുന്നതിനും അതുവഴി വ്യാപാര അളവ് വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഉദാഹരണത്തിന്, പരമ്പരാഗത റൂട്ടുകളെ അപേക്ഷിച്ച് INSTC ഷിപ്പിംഗ് സമയം 40%, ചെലവ് 30% കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരം സംരംഭങ്ങൾ വ്യാപാര കാര്യക്ഷമത മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണികൾ തുറക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. പ്രതിരോധത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും പുറമെ ബഹിരാകാശ പരിവേഷണം, സൈബർ സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള ഹൈടെക് മേഖലയിലും ഇന്ത്യയും റഷ്യയും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഗ്ലോനാസ് പോലുള്ള ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങളിലെ സംയുക്ത ശ്രമങ്ങളും ചാന്ദ്രദൗത്യങ്ങളിലെ സഹകരണവും സാങ്കേതിക അതിർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പങ്കിട്ട പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഈ സഹകരണങ്ങൾ ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, അനുബന്ധ വ്യവസായങ്ങളിൽ നവീകരണത്തിനും സാമ്പത്തിക വികസനത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന കഴിവുമുണ്ട്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബഹുമുഖ ബന്ധം അതിന്റെ സാമ്പത്തിക വളർച്ചാ തന്ത്രത്തിന്റെ ഒരു മൂലക്കല്ലാണ്. ഊർജ്ജ സഹകരണം, പ്രതിരോധ സഹകരണം, അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക പങ്കാളിത്തം എന്നിവയിലൂടെ സഖ്യം ഇന്ത്യക്ക് നിർണായകമായ വിഭവങ്ങളും
കഴിവുകളും നൽകി. ആഗോള ഭൂരാഷ്ട്രീയത്തിന്റെ സങ്കീർണതകളിലൂടെ ഇരു രാജ്യങ്ങളും സഞ്ചരിക്കുന്നത് തുടരുമ്പോൾ അവരുടെ നിലനിൽക്കുന്ന പങ്കാളിത്തം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനും തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കും കൂടുതൽ സംഭാവനകൾ നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. നാഴികയ്ക്ക് 40 വട്ടം ഇന്ത്യ ഫ്രണ്ടാണെന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഇതൊന്നും ശുഭകരമായ വാർത്തകളല്ല. റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തായി റഷ്യയും ഇന്ത്യയും തമ്മിൽ വർദ്ധിക്കുന്ന സൗഹൃദം വളരെ ഭയത്തോടും ജാഗ്രതയോടും തന്നെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. അതിന് അവർക്ക് വളരെയേറെ താല്പര്യവുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.